താരമൂല്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാളത്തിലെ ഒന്നാം നമ്പർ നടൻ എന്ന നിലയിലെത്തിക്കഴിഞ്ഞു ഫാഫ. ഫഹദിന്റെ ഈ വിജയരഹസ്യം എന്താണ്? ഫഹദ് ഫാസിലിന്റെ ചുരുക്കപ്പേരാണ് ഫാഫ. ഫസ്റ്റ് നെയിമിലെയും സർനെയിമിലെയും 2 ഫാകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ചെല്ലപ്പേര്. മലയാള സിനിമാ പ്രവർത്തകരിൽ ഫഹദുമായി അടുത്തു നിൽക്കുന്ന പലരും അദ്ദേഹത്തെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ക്രമേണ ഈ വിളിപ്പേര് മറ്റു പലരും ഏറ്റെടുക്കുകയായിരുന്നു. സീനിയർ താരങ്ങൾക്ക് പോലും ഫാഫയോട് വാത്സല്യം കലർന്ന സ്നേഹവും ആദരവുമാണ്. അറിയപ്പെടുന്ന സംവിധായകന്റെ മകനായതുകൊണ്ടല്ല, അത് അദ്ദേഹത്തിന് അനിതര സാധാരണമായ അഭിനയശേഷി ഒന്നുകൊണ്ട് മാത്രം ആർജിച്ചെടുത്ത ഒന്നാണ്. 100% ജെനുവിനായ ഫഹദ് തീർത്തും ഓർഗാനിക്കായ പെരുമാറ്റ ശൈലിയുടെ ഉടമയാണ്. ഒരു കഥാപാത്രത്തിന് സഹജമായ മാനറിസങ്ങളും അത്തരമൊരു വ്യക്തിത്വം ഓരോ കഥാസന്ദർഭങ്ങളിലും എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന മുൻകൂർ ധാരണയും ഉണ്ടാക്കുക എന്നത് അസാധ്യ സെൻസിബിലിറ്റിയുള്ള ഒരു നടന് മാത്രം സാധിക്കുന്ന മാജിക്കാണ്. ഈ പകർന്നാട്ടം ഫഹദ് വളരെ അനായാസമായി നിർവഹിക്കുന്നു. ഇതിനു മുമ്പ് ഇത്തരമൊരു പകർന്നാട്ടത്തിലൂടെ വിസ്മയം കൊള്ളിച്ച നടൻ മോഹൻലാലാണ്. എന്നാൽ ലാലിന്റെ പിന്തുടർച്ചക്കാരനല്ല ഫാഫ. അദ്ദേഹം രാജ്യാന്തര നിലവാരമുള്ള യൂണിവേഴ്സലായ ആക്ടിംഗ് മെത്തേഡാണ് കാഴ്ചവെക്കുന്നത്. വാസ്തവത്തിൽ അഭിനയം എന്ന് വിശേഷിപ്പിക്കാനാവാത്ത വിധം ബിഹേവിംഗ് ആണ് ഫഹദ് തൻ്റെ സിനിമയിലൂടെ കാഴ്ചവെക്കുന്നത്. ഒരു ഒതുക്കവും മുറുക്കവുമുള്ള കാച്ചിക്കുറുക്കിയ അഭിനയശൈലി. അതേ ഫഹദ് ആവേശം പോലൊരു സിനിമയിൽ ഇളകിയാടുന്നത് കാണാം. രംഗൻ എന്ന ഗുണ്ടയുടെ മാനറിസങ്ങൾക്ക് അത് അനിവാര്യമാണെന്ന തിരിച്ചറിവാകും അദ്ദേഹത്തെ ഇത്തരമൊരു ശൈലിയിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. ഇന്ത്യൻ പ്രണയകഥയിലും പതിവ് രീതികളിൽ നിന്ന് വിഭിന്നമായി ഒരു പരിധിവരെ പ്രകടനപരമായി അഭിനയിക്കുന്ന ഫഹദിനെ കാണാം. പ്രകടനപരത മുഖമുദ്രയാക്കിയ ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരന്റെ ശരീരഭാഷയ്ക്ക് അത് അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന ഫഹദ് തൊണ്ടിയും മുതലിലെയും കള്ളനിലെത്തുമ്പോൾ കണ്ണിൽ പോലും കള്ളം തുടിപ്പിക്കുന്നു. കള്ളം മറയ്ക്കാൻ ശ്രമിക്കുന്ന, അപ്പോഴും കള്ളത്തരം ഒളിമിന്നുന്ന ഒരു തരം കള്ളൻ. നടന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന സൂക്ഷ്മാഭിനയത്തിന്റെ അപാര സാധ്യതകൾ മുതലെടുക്കാൻ കഴിവുള്ള ഒരു പ്രത്യേകതരം കഥാപാത്രത്തെ ഫാഫ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുകയാണ്. അപാരസിദ്ധിയുള്ള നടൻ ഏതെങ്കിലും ഒരു പ്രത്യേക ശൈലിയുടെ തടവുകാരനാവില്ല. മലയാളത്തിലെ പ്രഖ്യാതരായ പല നടന്മാർക്കും സ്ഥിരം ശൈലിയുണ്ടായിരുന്നു. ഇന്നസെന്റ്, മുകേഷ്, ശ്രീനിവാസൻ എന്നിങ്ങനെ പ്രകടമായ ഉദാഹരണങ്ങൾ പറയാം. ശൈലിയെ മറികടക്കാൻ സാധിക്കാതെ വരുമ്പോൾ അഭിനേതാക്കൾ എന്ന നിലയിൽ പരിമിതപ്പെട്ടു പോവുകയാണ്. അവർ തന്നെ അവരുടെ പ്രകടനത്തിന് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു. ഈ പ്രതിസന്ധിയെ സമർത്ഥമായി മറികടന്ന അപൂർവം ചിലരിൽ ഒരാളാണ് ഫഹദ്. തൻ്റെ ഒരു കഥാപാത്രത്തിലും മറ്റൊരു കഥാപാത്രത്തിന്റെ ലാഞ്ചനയില്ലാത്ത വിധം ഒന്നിനൊന്ന് വേറിട്ടതാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. നടന്റെ വ്യക്തിത്വവും ശരീരഭാഷയും മാനറിസങ്ങളും കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാതെ കഥാപാത്രത്തെ തന്നിലേക്ക് ആവാഹിക്കുന്ന മാന്ത്രികതയാണ് ഇവിടെ സംഭവിക്കുന്നത്. മഹാനടനായ മോഹൻലാലിന് പോലും അപൂർവം ചില സന്ദർഭങ്ങളിൽ മോഹൻലാൽ എന്ന വ്യക്തിയുടെ കുസൃതിയും കൗതുകവും തമാശകളും ശരീരഭാഷയും ആശ്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. കയ്യെത്തും ദൂരത്ത് എന്ന ഫാസിൽ ചിത്രത്തിലൂടെയാണ് ഫഹദിന്റെ തുടക്കം. ഫാസിൽ പരിചയപ്പെടുത്തിയ താരങ്ങളാരും തന്നെ മോശക്കാരായ ചരിത്രമില്ല. ഫഹദ് പറയുന്നത് തൻ്റെ ഉള്ളിൽ ഒരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് വാപ്പ ഫാസിലാണെന്നാണ്. വാപ്പയാണ് തൻ്റെ ഉള്ളിലെ നടന്റെ ഋതത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത്. വാപ്പയും സുഹൃത്തും തമ്മിലുള്ള ഒരു സംഭാഷണം ഒരിക്കൽ ഞാൻ കേൾക്കാനിടയായി. വാപ്പ പറഞ്ഞത് എൻ്റെ ഋതം വളരെ പ്രത്യേകതയുള്ളതാണെന്നാണ്. 18-ാം വയസ്സിൽ എന്നെ ഓഡിഷൻ ചെയ്തപ്പോൾ എൻ്റെ അഭിനയം കൃത്രിമമാണെന്നും ഓർഗാനിക്കായി സംഭവിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ ഋതം രസമുള്ളതായി അദ്ദേഹത്തിന് തോന്നി. ഞാനിപ്പോഴും എൻ്റെ ഋതത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അത് അന്നേ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹമാണ് ആ ടാലന്റ് കണ്ടെത്തിയത്. ബാക്കിയെല്ലാം സംഭവിച്ചത് പിന്നീടാണ്. ഋതം എന്ന് പറയുമ്പോൾ ഒരു ഡയലോഗ് പറയുമ്പോഴുള്ള നിർത്തലും പറച്ചിലിൻ്റെ ഒരു രീതിയുമൊക്കെയാണ്. ആ മോഡുലേഷനെ കുറിച്ച് ഇപ്പോഴും സംവിധായകർ എന്നോട് ചോദിക്കാറുണ്ട്. ഫഹദ് പറയുന്നു, പല താരങ്ങളും തങ്ങൾക്ക് നായകവേഷം ചെയ്യാനും തങ്ങളുടെ താരപ്പൊലിമയും അമാനുഷിക പരിവേഷവും വർദ്ധിപ്പിക്കാനുമായി കഥാപാത്രങ്ങളെ ബോധപൂർവ്വം ആസൂത്രണം ചെയ്തപ്പോൾ വിഷയവൈവിധ്യത്തിനും സിനിമയുടെ ടോട്ടാലിറ്റിക്കുമാണ് ഫഹദ് മുൻതൂക്കം നൽകിയത്. ആത്മാർത്ഥതയാണ് ഫഹദ് എന്ന നടന്റെയും വ്യക്തിയുടെയും മറ്റൊരു സവിശേഷത. അഭിമുഖങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പരമപുച്ഛം ഭാവിക്കുകയും നിഷേധാത്മകമായ മറുപടികൾ നൽകുകയും ചെയ്യുന്ന താരങ്ങൾ സർവ്വസാധാരണമാണ്. ഇവിടെയും ഫഹദ് വ്യത്യസ്തനാണ്. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് തികച്ചും മാന്യവും സഭ്യവുമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ലാലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന മാജിക് ആക്ട് പോലെ ഫഹദിസത്തിന്റെ മാജിക് പാൻ ഇന്ത്യൻ താരം എന്നതിനപ്പുറം വളർന്നുകൊണ്ടിരിക്കുകയാണ്.